PM ശ്രീയിലെ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ കാണാമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്രത്തിന് കത്ത് നൽകാൻ പ്രത്യേക മുഹൂർത്തം നിശ്ചയിച്ചിട്ടില്ലെന്നും സർക്കാർ. LDF തീരുമാനങ്ങൾ അക്ഷരപ്രതി നടപ്പാക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF ഗവൺമെന്റ് PMCയുടെ ഭാഗമാകാൻ പോകുന്നില്ല. LDF ഗവൺമെന്റ് PMCയുടെ ഭാഗമാകില്ല എന്ന കാര്യം LDF രാഷ്ട്രീയ തീരുമാനമാണ്. ആ തീരുമാനം ക്യാബിനറ്റ് അംഗീകരിച്ചതാണ്. ആ തീരുമാനം രേഖാമൂലം കത്തായി തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കാനുള്ള തീരുമാനം സർക്കാർ തീരുമാനമാണ്, LDF തീരുമാനമാണ്. ആ തീരുമാനം അക്ഷരം പ്രതി പാലിക്കപ്പെടും. പാലിക്കപ്പെടാത്ത പക്ഷം അപ്പോൾ കാണാം. ആ തീരുമാനം അക്ഷരം പ്രതി പാലിക്കപ്പെടും. പാലിക്കപ്പെടാത്ത പക്ഷം അപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ എല്ലാ നേരത്തുണ്ട്. ആർ ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ CPIക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തതിലെ ഒരു ആശങ്ക CPIക്ക് ഇല്ല, അത് പാലിക്കപ്പെടും എന്നാണോ CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? CPI കൂടി ഉൾപ്പെട്ട മുന്നണി സംവിധാനത്തിൻ്റെയും മന്ത്രിസഭയുടെയും തീരുമാനമാണ് PMC പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കാനുള്ള തീരുമാനം. 2 ആഴ്ച മുമ്പ് ചേർന്ന മന്ത്രിസഭായോഗമാണ് ഈ തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെ 13 ദിവസമായിട്ടും ഇതുവരെ കത്ത് അയച്ചിട്ടില്ല. ഈ കത്തയക്കാത്തിൽ CPIക്ക് പരിഭവമുണ്ട്, വിമർശനമുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് അതേപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം. ഇന്നലെ ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ കത്തയക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശ വിഷയമായി. കത്തയക്കാത്തത് മനഃപൂർവ്വമെങ്കിൽ ഇടപെടുമെന്ന കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ അവിടെ വ്യക്തമാക്കിയിരുന്നു. അത് ഇന്നലെ 24 പുറത്തുവിട്ട വാർത്തയാണ്. ഇന്ന് അത് സ്ഥിരീകരിക്കുന്ന മറുപടിയാണ് ബിനോയ് വിശ്വത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കത്തയക്കുന്നതിന് മുഹൂർത്തമൊന്നും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ കത്തയക്കാൻ അനന്തമായി കാത്തിരിക്കില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. മാത്രമല്ല, കത്ത് അയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം നടപ്പിലായില്ലെങ്കിൽ അപ്പോൾ കാണാമെന്നുള്ളത് CPIയുടെ അസന്തുഷ്ടിയുടെ കൃത്യമായ പ്രതികരണമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2 ആഴ്ചയായി തീരുമാനം എടുത്തിട്ടും നടപ്പിലാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ആ തീരുമാനം നടപ്പിലാക്കാത്തതെന്ന് സംബന്ധിച്ച് കൃത്യമായ ഉത്തരം സർക്കാരിൻ്റെയോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇതിലുള്ള ഈ അതൃപ്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാവുന്ന മിനിമം വാക്കുകളിൽ ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.